സക്സസ് ഫയലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ മലയാളത്തിൽ നിന്നുമുള്ള 50 ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ PSC ബുള്ളറ്റിൽ നിന്നുമുള്ളതാണ്. ഞാൻ പറയുന്ന ആൻസേഴ്സും PSC ബുള്ളറ്റിൻ പ്രകാരമുള്ള ആൻസേഴ്സ് ആണ്. എല്ലാവരും ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾ ശരിയാക്കാൻ പറ്റുന്നുണ്ട് എന്ന് ചെക്ക് ചെയ്യുക. കിട്ടുന്ന മാർക്കുകൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി എഴുതിയ പദം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി എഴുതിയ പദം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ആഘാതം. ഓപ്ഷൻ സി, ആഘാതം. രാവിലെ എന്ന പദം പിരിച്ചെഴുതുക. രാവിലെ എന്ന പദം പിരിച്ചെഴുതുക. രാവിൽ പ്ലസ് എ. രാവിൽ പ്ലസ് എ. ഓപ്ഷൻ ബി, രാവിൽ പ്ലസ് എ. ശരിയായ വാക്യം ഏത്? ശരിയായ വാക്യം ഏത്? തന്നിരിക്കുന്നത് ഓപ്ഷൻ എ തന്നിരിക്കുന്നത് നാളെയോ മറ്റന്നാളോ നമുക്ക് തമ്മിൽ കാണാം. ഓപ്ഷൻ ബി, നാളെയോ അഥവാ മറ്റന്നാളോ നമുക്ക് കാണാം. ഓപ്ഷൻ സി, നാളെയോ മറ്റന്നാളോ നമുക്ക് തമ്മിൽ പരസ്പരം കാണാം. ഓപ്ഷൻ ഡി, നാളെയോ മറ്റന്നാളോ നമുക്ക് കാണാം. ഇതിൽ ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, നാളെയോ മറ്റന്നാളോ നമുക്ക് കാണാം. അടുത്ത ചോദ്യം, കരി തേക്കുക എന്ന ശൈലിയുടെ അർത്ഥം. കരി തേക്കുക എന്ന ശൈലിയുടെ അർത്ഥം. ആക്ഷേപിക്കുക. ആക്ഷേപിക്കുക എന്നതാണ് കരി തേക്കുക എന്ന ശൈലിയുടെ അർത്ഥം. കൃഷിയെ സംബന്ധിച്ചത്. ഇതിന്റെ ഒറ്റപ്പദം ഏത്? കൃഷിയെ സംബന്ധിച്ചത്. ഇതിന്റെ ഒറ്റപ്പദം. ആർഷം. കൃഷിയെ സംബന്ധിച്ചത്. ഇതിന്റെ ഒറ്റപ്പദമാണ് ആർഷം. കന്ദരം. കന്ദരം അർത്ഥവ്യത്യാസം എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആദ്യത്തെ കന്ദരം എന്നത് ഗുഹ എന്നാണ് അർത്ഥം. കന്ദരം എന്നത് ഗുഹ എന്നാണ് അർത്ഥം. കന്ദരം എന്നത് കഴുത്ത്. കന്ദരം എന്നത് കഴുത്ത്. കന്ദരം ഗുഹ, കന്ദരം കഴുത്ത്. അടുത്ത ചോദ്യം, അർത്ഥവ്യത്യാസം കണ്ടെത്തുക. തന്നിരിക്കുന്നത് ഒളിയും ഒലിയും. ഒളി, ഒലി. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഒളി എന്നത് ശോഭ, ഒലി എന്നത് ശബ്ദം. ഒളി എന്നത് ശോഭ, ഒലി എന്നത് ശബ്ദം. ശരിയായ രൂപം ഏത്? ശരിയായ രൂപം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ജീവച്ഛവം. ജീവച്ഛവം. ശരിയായ പ്രയോഗം ഏത്? ശരിയായ പ്രയോഗം ഏത്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് യഥേഷ്ടം പോലെ, ഹാർദവമായി, ദശകകാലമായി, സാധാരണമായി. ഇതിൽ ശരിയായ പ്രയോഗം ഏത്? സാധാരണമായി. ഓപ്ഷൻ ഡി, സാധാരണമായി. ഇരുന്നിട്ടേ കാൽ നീട്ടാവൂ എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഇരുന്നിട്ടേ കാൽ നീട്ടാവൂ എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ക്രമത്തിന് പ്രവർത്തിക്കുക. ക്രമത്തിന് പ്രവർത്തിക്കുക. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ശരിയായ പദം തിരഞ്ഞെടുക്കുക. അധ്യക്ഷം. ഓപ്ഷൻ ഡി, അധ്യക്ഷം. One who is driven to the wall എന്നതിൻ്റെ ശരിയായ അർത്ഥം. One who is driven to the wall എന്നതിൻ്റെ ശരിയായ അർത്ഥം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഗതികെട്ടവൻ. ഓപ്ഷൻ സി, ഗതികെട്ടവൻ. One who is driven to the wall. ദൗഹിത്രി അർത്ഥം എന്ത്? ദൗഹിത്രി അർത്ഥം എന്ത്? മകളുടെ മകൾ. മകളുടെ മകളാണ് ദൗഹിത്രി. ശരിയായ രൂപം ഏത്? ശരിയായ രൂപം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഉദ്ഘാടനം. ഉദ്ഘാടനം. രാമേശ്വരത്തെ ക്ഷൗരം എന്ന ശൈലിയുടെ അർത്ഥം. രാമേശ്വരത്തെ ക്ഷൗരം എന്ന ശൈലിയുടെ അർത്ഥം. പൂർത്തിയാകാത്ത കാര്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പൂർത്തിയാകാത്ത കാര്യം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തത്. പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തത്. അധ്യാപകൻ. ഓപ്ഷൻ ഡി, അധ്യാപകൻ.
മഞ്ചിരം എന്ന വാക്കിനർത്ഥം. മഞ്ചിരം എന്ന വാക്കിന് അർത്ഥം. കാൽച്ചിലമ്പ്. മഞ്ചിരം എന്ന വാക്കിനർത്ഥം കാൽച്ചിലമ്പ്. When I saw him, he was sleeping എന്നതിൻ്റെ പരിഭാഷ. ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ ഉറക്കമായിരുന്നു. When I saw him, he was sleeping എന്നതിൻ്റെ പരിഭാഷ. ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ ഉറക്കമായിരുന്നു. പറഞ്ഞവൻ എന്നർത്ഥം വരുന്ന വാക്ക്. പറഞ്ഞവൻ എന്നർത്ഥം വരുന്ന വാക്ക്. പ്രേക്ഷകൻ. ഓപ്ഷൻ സി പ്രേക്ഷകൻ. നിണം എന്ന് അർത്ഥം വരുന്ന പദം. നിണം എന്ന് അർത്ഥം വരുന്ന പദം. രുധിരം. നിണം എന്നർത്ഥം വരുന്ന പദമാണ് രുധിരം. ഗേൾസ് ഈറ്റ് ഐസ്ക്രീം എന്ന ഈ വാക്യത്തിന്റെ ഏറ്റവും ഉചിതമായ തർജ്ജിമ ഏത്? ഗേൾസ് ഈറ്റ് ഐസ്ക്രീം എന്ന വാക്യത്തിന്റെ ഏറ്റവും ഉചിതമായ തർജ്ജിമ ഏത്? പെൺകുട്ടികൾ ഐസ്ക്രീം തിന്നുന്നു. പെൺകുട്ടികൾ ഐസ്ക്രീം തിന്നുന്നു. ശരിയായ പദം ഏത്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഓരോരുത്തരും അവരവരുടെ സ്ഥാനത്തിരിക്കണം. ഓരോ ആളുകളും അവരവരുടെ സ്ഥാനത്തിരിക്കണം. ഓരോ ആളും അവരവരുടെ സ്ഥാനത്തിരിക്കണം. എല്ലാവരും അവരവരുടെ സ്ഥാനത്തിരിക്കണം. ഇതിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ ബി ഓരോ ആളുകളും അവരവരുടെ സ്ഥാനത്തിരിക്കണം. ഓപ്ഷൻ ബി ഓരോ ആളുകളും അവരവരുടെ സ്ഥാനത്തിരിക്കണം. ദ്വിത്വസന്ധിക്ക് ഉദാഹരണം ഏത്? ദ്വിത്വസന്ധിക്ക് ഉദാഹരണം ഏത്? കടൽ തീരം. ദ്വിത്വസന്ധിക്ക് ഉദാഹരണം കടൽ തീരം. ശതകം ചൊല്ലിക്കുക എന്ന ശൈലിയുടെ ആശയം. ശതകം ചൊല്ലിക്കുക എന്ന ശൈലിയുടെ ആശയം. വിഷമിപ്പിക്കുക. വിഷമിപ്പിക്കുക എന്നതാണ് ശതകം ചൊല്ലിക്കുക എന്ന ശൈലിയുടെ ആശയം. യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഡോക്ടറെ കാണുന്നതാണ് കൂടുതൽ അഭികാമ്യം. ഡോക്ടറെ കാണുന്നത് ഗുണപ്രദം. ഡോക്ടറെ കണ്ടാൽ സ്ഥിതി മാറും. ഡോക്ടറെ കണ്ടാൽ അസുഖം ഭേദമാകും. യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഡോക്ടറെ കാണുന്നതാണ് കൂടുതൽ അഭികാമ്യം. ഡോക്ടറെ കാണുന്നതാണ് കൂടുതൽ അഭികാമ്യം. കാക്ക എന്ന പദത്തിന്റെ പര്യായം. കാക്ക എന്ന പദത്തിന്റെ പര്യായം. വായസം. ഓപ്ഷൻ സി വായസം. കീറാമുട്ടി എന്ന ശൈലിയുടെ അർത്ഥം. കീറാമുട്ടി എന്ന ശൈലിയുടെ അർത്ഥം. വിഷമ പ്രശ്നം. ഓപ്ഷൻ ബി വിഷമ പ്രശ്നം. ശരിയായ പദം ഏത്? ശരിയായ പദം ഏത്? കൃത്രിമമാണ്. ശരിയായ പദം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. കൃത്രിമം. വാക്യങ്ങളുടെ അവസാനം ചേർക്കുന്ന ചിഹ്നം ഏത്? വാക്യങ്ങളുടെ അവസാനം ചേർക്കുന്ന ചിഹ്നം ഏത്? ബിന്ദു. വാക്യങ്ങളുടെ അവസാനം ചേർക്കുന്ന ചിഹ്നമാണ് ബിന്ദു. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നതിന് സമാനമായ പഴമൊഴി. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നതിന് സമാനമായ പഴമൊഴി. പയ്യെ തിന്നാൽ പനയും തിന്നാം. പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നതാണ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നതിന് സമാനമായ പഴമൊഴി. താഴെ പറയുന്നവയിൽ വീണ എന്ന വാക്കിന്റെ പര്യായ പദമല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ വീണ എന്ന വാക്കിന്റെ പര്യായ പദമല്ലാത്തത് ഏത്? വർവണ. വർവണ. താഴെ പറയുന്നവയിൽ നഖം എന്ന വാക്കിന് അർത്ഥമല്ലാത്തത് ഏത്? നഖം എന്ന വാക്കിന് അർത്ഥമല്ലാത്തത് ഏത്? വസരം. നഖം എന്ന വാക്കിന്റെ അർത്ഥങ്ങളാണ് കരരുഹം, നഗരം, പുനർഭവം. അന്യതരം എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? അന്യതരം എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? അന്യ പ്ലസ് ഇതരം. അന്യ പ്ലസ് ഇതരം. അന്യതരം. ശരിയായ പദം എഴുതുക. ശരിയായ പദം എഴുതുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ദ്രൗപദി. ദ്രൗപദി.
അധികരിക്കുക എന്ന പദത്തിന്റെ അർത്ഥം. അധികരിക്കുക എന്ന പദത്തിന്റെ അർത്ഥം. അടിസ്ഥാനമാക്കുക. അധികരിക്കുക എന്ന പദത്തിന്റെ അർത്ഥമാണ് അടിസ്ഥാനമാക്കുക. കൈ എന്ന അർത്ഥം വരാത്ത പദമേത്? കൈ എന്ന അർത്ഥം വരാത്ത പദം ഏത്? ശീർഷം. കൈയുടെ അർത്ഥങ്ങളാണ് കരം, പാണി, ഭുജം. കൈ എന്ന അർത്ഥം വരാത്ത പദം ശീർഷം. കല്ല് പ്ലസ് മതിൽ ചേർത്തെഴുതുന്നത്. കല്ല് പ്ലസ് മതിൽ ചേർത്തെഴുതുന്നത്. കന്മതിൽ. കല്ല് പ്ലസ് മതിൽ കന്മതിൽ. അഫിഡവിറ്റ് എന്നതിന്റെ പരിഭാഷ. അഫിഡവിറ്റ് എന്നതിന്റെ പരിഭാഷ. സത്യവാങ്മൂലം. അഫിഡവിറ്റ് സത്യവാങ്മൂലം. തണ്ടാർ എന്ന പദം പിരിച്ചാൽ. തണ്ടാർ എന്ന പദം പിരിച്ചാൽ. തൺ പ്ലസ് താർ. തൺ പ്ലസ് താർ തണ്ടാർ. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ. പിപാസു. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപാസു. ശരിയായ വാക്യം ഏത്? തന്നിരിക്കുന്ന ഓപ്ഷൻസ്: ഓരോരുത്തരും അവരവരുടെ യഥാസ്ഥാനങ്ങളിൽ ഇരിക്കണം. ഓരോരുത്തരും അവരുടെ യഥാസ്ഥാനങ്ങളിൽ ഇരിക്കണം. ഓരോരുത്തരും അവരുടെ സ്വസ്ഥാനങ്ങളിൽ ഇരിക്കണം. ഓരോരുത്തരും അവരുടെ സ്ഥാനത്ത് ഇരിക്കണം. ഇതിൽ ശരിയായ വാക്യം ഏത്? ഓരോരുത്തരും അവരുടെ സ്ഥാനത്ത് ഇരിക്കണം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓരോരുത്തരും അവരുടെ സ്ഥാനത്ത് ഇരിക്കണം. അഭിജ്ഞാനം എന്ന പദത്തിനർത്ഥം. അഭിജ്ഞാനം എന്ന പദത്തിനർത്ഥം. അടയാളം. അഭിജ്ഞാനം എന്ന പദത്തിനർത്ഥമാണ് അടയാളം. ആർദ്രം എന്നതിന്റെ വിപരീതം. ആർദ്രം എന്നതിന്റെ വിപരീതം. ശുഷ്കരം. ഓപ്ഷൻ സി ശുഷ്കരം. ഇരുതലമൂരി എന്ന ശൈലിയുടെ അർത്ഥം. ഇരുതലമൂരി എന്ന ശൈലിയുടെ അർത്ഥം. ഏഷണിക്കാരൻ. ഏഷണിക്കാരൻ എന്നതാണ് ഇരുതലമൂരി എന്ന ശൈലിയുടെ അർത്ഥം. ഡയമണ്ട് കട്ട് ഡയമണ്ട്. ഇതിന് സമാന അർത്ഥമുള്ള ചൊല്ല്. ഡയമണ്ട് കട്ട് ഡയമണ്ട്. ഇതിന് സമാന അർത്ഥമുള്ള ചൊല്ല്. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണം. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണം. ആസ് ഗുഡ് ആസ് ഗോൾഡ് എന്നതിന് ചേരുന്ന പ്രയോഗം. ആസ് ഗുഡ് ആസ് ഗോൾഡ് എന്നതിന് ചേരുന്ന പ്രയോഗം. നല്ല സ്വഭാവമുള്ള. ആസ് ഗുഡ് ആസ് ഗോൾഡ് എന്നതിന് ചേരുന്ന പ്രയോഗമാണ് നല്ല സ്വഭാവമുള്ള. സമ്പൂർണം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? സമ്പൂർണം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? ആപാദചൂഡം. ആപാദചൂഡം എന്നതാണ് സമ്പൂർണം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി. ഘടക പദങ്ങളായി വിഗ്രഹിക്കുവാൻ സാധിക്കാത്ത പദം. ഘടക പദങ്ങളായി വിഗ്രഹിക്കുവാൻ സാധിക്കാത്ത പദം. ചെമ്പരത്തി. ഘടകപദങ്ങളായി വിഗ്രഹിക്കുവാൻ സാധിക്കാത്ത പദമാണ് ചെമ്പരത്തി. ഏറ്റവും ഉചിതമായ വാക്യം ഏത്? തന്നിരിക്കുന്ന വാക്യങ്ങൾ: ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഉദ്യോഗസ്ഥരോടൊപ്പം ജനങ്ങളും സഹകരിച്ചു പ്രവർത്തിച്ചു. ഉദ്യോഗസ്ഥരോടൊപ്പം ജനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഉദ്യോഗസ്ഥരോടൊപ്പം ജനങ്ങളും പങ്കുചേർന്ന് പ്രവർത്തിച്ചു. ഉദ്യോഗസ്ഥരോടൊപ്പം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ജനങ്ങളും സഹകരിച്ചു പ്രവർത്തിച്ചു. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഉദ്യോഗസ്ഥരോടൊപ്പം ജനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നു. സൃഷ്ടിയുടെ വിപരീതാർത്ഥമുള്ള പദം. സൃഷ്ടിയുടെ വിപരീതാർത്ഥമുള്ള പദം. സംഹാരം. സൃഷ്ടിയുടെ വിപരീതാർത്ഥമുള്ള പദമാണ് സംഹാരം. കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.